നമസ്കാരം. ഏഷ്യാനെറ്റ് ചീഫായിട്ടുള്ള ഉണ്ണി ബാലകൃഷ്ണൻ ഒരു യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്തുകൊണ്ട് ധാർഷ്ട്യം കാണിക്കുന്നു എന്നുള്ള പച്ച പരമാർത്ഥം പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ പുറത്തു പറയാത്ത കാര്യം. വ്യക്തിപരമായി വേട്ടയാടിയ വ്യക്തിക്ക് അതിനോട് യാതൊരു കമ്മിറ്റ്മെന്റുമില്ല. ആ ഭാഗത്തേക്ക് പുള്ളി എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല? അവരുടെ സംഘടിതമായ ആക്രമണത്തെ മുഖവിലക്കെടുക്കാതെ മുന്നോട്ട് പോകുന്നു എന്നതിന്റെ ഉത്തരം കൂടിയാണ് ആ പ്രതികരണം. 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നത് ഒരു മാധ്യമ പരിലാളനയും കിട്ടാതെയാണ് കേട്ടോ. എന്ന് മാത്രമല്ല, കേരളത്തിൽ മാധ്യമങ്ങൾ വില്ലനായി ചിത്രീകരിച്ച ആളാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ ഒരു മാധ്യമ പരിലാളനയും ലഭിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, പിണറായി വിജയനെ വലിയൊരു നികഷ്ടജീവിയായി അവതരിപ്പിക്കുന്നതിൽ മത്സരിക്കുകയായിരുന്നു മാധ്യമങ്ങൾ. 2016 കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് മാധ്യമങ്ങളോടൊരു കടപ്പാടും മുഖ്യമന്ത്രിക്കില്ലെന്നേ, പിണറായി വിജയൻ ഇല്ലെന്നേ. അതുകൊണ്ട് മാധ്യമങ്ങളോട് ധാർഷ്ട്യത്തോട് തന്നെ പിണറായി വിജയൻ പെരുമാറുമെന്നൊരു യാഥാർത്ഥ്യവും കൂടിയുണ്ട്. കേട്ടല്ലോ. അതിൽ ഒരു തിരുത്ത് ഉണ്ണി ബാലകൃഷ്ണനോട് പറയാനുള്ളത് 2016 മാത്രമല്ലെന്ന്. പിണറായി വിജയന്റെ രാഷ്ട്രീയ കാലഘട്ടത്തിൽ ഒരിക്കലും അദ്ദേഹത്തെക്കുറിച്ച് മാധ്യമങ്ങൾ ഒരു നല്ല അഭിപ്രായവും പറഞ്ഞിട്ടില്ല. വേട്ടയാടിയിട്ടേ ഉള്ളൂ. അദ്ദേഹത്തെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചിട്ടേ ഉള്ളൂ. അതിന് എത്രയെത്ര ഉദാഹരണങ്ങൾ. സിംഗപ്പൂരിൽ പ്രവർത്തിക്കുന്ന കമല ഇന്റർനാഷണൽ, തൃശ്ശൂരിലെ ഒരു വ്യവസായിയുടെ വീട് പ്രചരിപ്പിച്ചിട്ട് അത് പിണറായി വിജയന്റെ രമ്യഹർമ്മ്യം, ആഡംബര ഭവനം, പിന്നെ മുഖ്യമന്ത്രിയുടെ മകളെ ചുറ്റിപ്പറ്റി, കുടുംബത്തെ ചുറ്റിപ്പറ്റി, മകനെ ചുറ്റിപ്പറ്റി. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് കേരളത്തിലെ വലതുപക്ഷ മനോഭാവമുള്ള മാധ്യമങ്ങൾ എങ്ങനെയാണോ വേട്ടയാടുന്നത്, ആ വേട്ടയാടലിന്റെ സർവ്വ സീമകളിൽ ലംഘിച്ച് നേരിട്ട വ്യക്തിയാണ് പിണറായി വിജയൻ. സ്വാഭാവികമായിട്ടും ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന രീതിയിൽ വ്യക്തിയെക്കുറിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയും രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാനും ചിലർ സംഘടിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെ വണങ്ങേണ്ട കാര്യമുണ്ട്. അവരോട് വിധേയത്വം കാട്ടേണ്ട കാര്യമുണ്ടോ? അവരെ പ്രീണിപ്പിക്കാൻ, അവരെ തന്റെ ഭാഗത്തേക്ക് വരുത്തിക്കാൻ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോൾ നടുവളക്കേണ്ട കാര്യമോ അവരോട് മുൻ നിലപാടിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ലെന്നേ. അത് ചെയ്യാത്തിടത്താണ് പിണറായി എന്ന വ്യക്തി ഏറ്റവും കൂടുതൽ ഈ സമൂഹത്തിന്റെ മുന്നിൽ അടയാളപ്പെടുത്തുന്നത്. അതായത് കേരളത്തിലെ മാധ്യമങ്ങൾ വിചാരിച്ചാലേ ഒരു രാഷ്ട്രീയ നേതാവ് വളരൂ എന്ന് വിചാരിക്കുന്നിടത്ത് മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ട് പോലും ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അവർ സർവായുധങ്ങൾ എടുത്ത് പ്രയോഗിച്ചിട്ടും അതിനെയെല്ലാം നേരിട്ട് അതിനെയെല്ലാം മറികടന്ന് കേരളത്തിന്റെ തലപ്പത്ത് മുഖ്യമന്ത്രി കസേരയിൽ തുടർച്ചയായി 2 തവണ ഇരുന്ന് ചരിത്രം സൃഷ്ടിച്ച വ്യക്തി ഇങ്ങനെയല്ലാതെ മറ്റെങ്ങനെയാണ് പെരുമാറേണ്ടത്? ഇല്ലാ കഥകൾ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട്. വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ആശയത്തെ ഇല്ലാതാക്കാൻ അതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയെക്കുറിച്ച് ഇവിടത്തെ അധികാര കേന്ദ്രങ്ങളുടെ അപ്പോസ്തലന്മാരായി നടക്കുന്നവരും അവരുടെ പിണിയാളന്മാരായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ സൃഷ്ടിച്ച പല കള്ളക്കഥകളുണ്ട്. അതിന്റെ മുന്നിൽ ഒന്നും തകർന്നു പോകാതെ സ്വന്തം ആശയങ്ങളിൽ ഉറച്ചു വിശ്വസിച്ച് താൻ നടന്നു പോകുന്ന വഴിയിലും തന്റെ കർമ്മമണ്ഡലത്തിലും അദ്ദേഹം നീതിയും ന്യായവും കൃത്യമായി ഉറപ്പിച്ചു നടന്നപ്പോൾ സ്വാഭാവികമായി ആ വ്യക്തിക്ക് വേണ്ടി കാലം നടത്തിയ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയുടെ പ്രതീകമാണ് ഇന്ന് കാണുന്ന പിണറായി വിജയൻ. ഇന്നലകളിൽ ചെയ്ത പ്രവർത്തനങ്ങൾ ഇന്നും അദ്ദേഹത്തിന്റെ ജാതി പറഞ്ഞു വരെ കാർട്ടൂൺ വരയ്ക്കുന്നവരുണ്ട്, കോരന്റെ മകൻ എന്ന രീതിയിൽ ആക്ഷേപിക്കുന്നവരുണ്ട്. അതിനെയെല്ലാം പുച്ഛിച്ച് തള്ളിക്കൊണ്ടും ഇവരുടെ എഴുത്തുകൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടും നിനക്കൊക്കെ പറ്റുന്നത് മുഴുവൻ നീ ചെയ്തോ എന്ന മനോഭാവത്തിലും അതിനെയെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ നേതാവാണ് പിണറായി. ആ നേതാവിന് ഇന്നിപ്പോ അധികാര കേന്ദ്രത്തിൽ എത്തുമ്പോൾ ഇന്നലകളിൽ ഈ പണി എടുത്തുകൊണ്ടിരിക്കുന്നവന്മാരെ എടുത്ത് തോളിൽ വെക്കുകയോ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ അനാവശ്യമായിട്ട് തല കുനിക്കേണ്ട കാര്യമില്ല. ഇന്നലെ എന്താണോ അത് തന്നെ ഇന്നും നടപ്പിലാക്കും. ഇരിക്കുന്ന കസേരയുടെ മഹത്വം അറിയാവുന്നത് കൊണ്ട് ഇവരുടെ താല്പര്യത്തിനനുസരിച്ചോ ഇവർ തെളിക്കുന്ന വഴികളിലൂടെയോ അല്ലെങ്കിൽ ഇവരെ ചേർത്ത് നിർത്തിക്കൊണ്ടോ ഒരു കാര്യവും നേടേണ്ട. തനിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ താൻ ചെയ്യും. അത് നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അകത്ത് നിന്നുകൊണ്ട്. അതിനപ്പുറത്തേക്ക് തന്റെ മടിയിൽ കനമില്ലാത്തത് കൊണ്ടും തനിക്ക് ആരിൽ നിന്നും ഒന്നും ഒളിപ്പിക്കണ്ട എന്നുള്ളത് കൊണ്ടും തന്റെ കൈ പരിശുദ്ധമാണെന്ന് തനിക്കുറപ്പുള്ളത് കൊണ്ടും ചെയ്യുന്ന പ്രവർത്തികൾ അതും പലരും പല രീതിയിൽ വക്രീകരിച്ചാലും അതൊന്നും മുഖവിലേക്കെടുക്കാതെ നിയമത്തിന്റെ വഴിക്ക് പോയാൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്നൊരു ആത്മവിശ്വാസമാണ് ഇന്ന് കാണുന്ന പിണറായി. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ധാർഷ്ട്യക്കാരനാകുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ വിവരം ഉണ്ണി ബാലകൃഷ്ണൻ പങ്കുവച്ചത് നാട്ടുകാരെ കേൾപ്പിക്കുന്നത്. കാര്യം ആ മേഖലയിൽ നിൽക്കുന്നവർ പറയുമ്പോൾ കുറച്ചുകൂടി വിശ്വാസ്യത വരുമല്ലോ. പിണറായി വിജയൻ എന്ന വ്യക്തി മാധ്യമങ്ങളാൽ കടന്നാക്രമിക്കപ്പെടുന്ന നികഷ്ടജീവിയായിട്ട് കാണപ്പെടുന്ന വ്യക്തിയാണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഇന്ന് അദ്ദേഹം കാണിക്കുന്ന പല കാര്യങ്ങളും ശരിയാണെന്ന് വളരെ കൃത്യമായി പറയാൻ കഴിയുക. 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നത് ഒരു മാധ്യമ പരിലാളനയും കിട്ടാതെയാണ് കേട്ടോ. എന്ന് മാത്രമല്ല, കേരളത്തിൽ മാധ്യമങ്ങൾ വില്ലനായി ചിത്രീകരിച്ച ആളാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ ഒരു മാധ്യമ പരിലാളനയും ലഭിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, പിണറായി വിജയനെ വലിയൊരു
പിന്നെ നികൃഷ്ടജീവിയായി അവതരിപ്പിക്കുന്നതിൽ മത്സരിക്കുകയായിരുന്നു മാധ്യമങ്ങൾ. 2016 കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് മാധ്യമങ്ങളോടൊരു കടപ്പാടും മുഖ്യമന്ത്രിക്കില്ലെന്നേ, പിണറായി വിജയൻ ഇല്ലെന്നേ. അതുകൊണ്ട് മാധ്യമങ്ങളോട് ധാർഷ്ട്യത്തോട് തന്നെ പിണറായി വിജയൻ പെരുമാറുമെന്നൊരു യാഥാർത്ഥ്യവും കൂടിയുണ്ട്.